അത് സുഹൃത്തുക്കളെ, നമ്മളിപ്പോ ഫസ്റ്റ് പ്ലേറ്റ് വെക്കാൻ പോകട്ടോ. അത് അറിയാത്തവർക്കുണ്ടെങ്കിൽ ഒന്ന് പഠിക്കാം. ഫുള്ളായിട്ട് നമ്മൾ വീഡിയോ ഉണ്ട്. അതിനൊപ്പം പറഞ്ഞാണ് പ്ലേറ്റ് എന്റെ 4 സ്പൂണ്. നമ്മളുണ്ടല്ലോ ഇതിന് ബോക്സ് കറക്റ്റായിട്ട് കട്ട് ചെയ്യാം. നമ്മള് ഫസ്റ്റ് ഉറപ്പിക്കുമ്പോ പറ്റില്ല എന്നാണ്. അത് കറക്റ്റ് ടൈലിന്റെ ഒപ്പം കട്ട് ചെയ്യണം. ടൈല് കറക്റ്റ് ഇതിന്റെ ഒപ്പം ഒട്ടിച്ചെങ്കിലാണ് നമുക്ക് പ്ലേറ്റ് കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. ഇതിന്റെ വീര്യം കൂട്ടി ഒട്ടിച്ച് കഴിഞ്ഞാൽ ഉള്ളി പോയിട്ട് വൃത്തിയാടോ. അപ്പൊ അത് ടൈലരോട് പ്രത്യേകം വേണം. ഈ ബോക്സിന്റെ കറക്റ്റായിട്ട് ഒട്ടിക്കാൻ വേണം. അങ്ങനെ പ്ലേറ്റ് കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. ഇത് കിട്ടാത്തതാ. അപ്പോ കുറച്ചവൻ തള്ളിക്കുണ്ട്. അവിടെ നമുക്ക് പ്ലൈവുഡ് കെട്ടിക്കളയാം. നമ്മളത് കട്ടിങ് കഴിഞ്ഞിട്ടാ. ചെറിയ ഗ്യാപ്പൊക്കെ ഒപ്പം ഒട്ടിക്കിട്ടാണ് ഫില്ല് ചെയ്യണം. വൈറ്റ്സിന്റെ എംസിയായിട്ട് ഫില്ല് ചെയ്യാം. അടുത്ത് നമ്മൾ വെക്കാൻ പോവാം. ഇതൊരു പ്രസ്സിംഗ് ആണ്. വെള്ളം അടിക്കാൻ നമുക്ക് വെക്കുക. അങ്ങനെ കേട്ടോ. നമുക്കിത് തുറന്നിട്ട് വെള്ളം കളയണം. കാരണം അത് കട്ട് ചെയ്ത പൊടി ഇതൊക്കെ ഉണ്ടെങ്കിൽ തുറക്കുമ്പോ തുറന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അടിപൊളി കെട്ടി ഇതിന് ഏങ്ങൽ കുറക്കുന്നുണ്ട്. അപ്പൊ അത് വെള്ളം കുറച്ച് കളയാം തുറന്നിട്ട്. അപ്പൊ അതിന്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ പുറത്തേക്ക് പോകില്ല. നേരെ പ്ലസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ കയറും. ആ ഫ്രൂട്ടിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ലീക്ക് വരാൻ ചാൻസ് ഒന്നുമില്ല. ചെറിയ പൊടി കഷ്ണങ്ങൾ കയറി കഴിഞ്ഞാൽ അത് കളഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും കണക്ഷൻ കൊടുക്കുക. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വെള്ളം പ്രസ് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് അടയ്ക്കാൻ പോകും. ഇതുകൂടി ഇതിലിട്ടോ. ഇതിന്റെ ലോക്കാണ്. ലോക്ക് കട്ട് ചെയ്യണം. അത്ര കൂടുതലാണ്. ഇതിപ്പോ ബ്ലേഡ് എടുത്തോ, കട്ട് ചെയ്തു.
അടുത്തത് കട്ട് ചെയ്യണം കേട്ടോ. ഇത്രയുള്ള നമ്മുടെ ഇതിന്റെ കസം പ്ലേറ്റ് ഫിറ്റ് ചെയ്യാം. ഈ അരി കട്ടാണെങ്കിൽ ഉള്ളി പോയി കഴിഞ്ഞാൽ അത് ഇരിക്കില്ല കേട്ടോ. നമ്മൾ സ്വിച്ച് ബോർഡിനൊക്കെ പ്ലേറ്റ് ഉണ്ടാവാത്ത അവസ്ഥയാവും. ഉള്ളി പോയി കഴിഞ്ഞാൽ പ്രസവം പോയിണ്ടോ അടിയിൽ നിന്ന് വെക്കുക. ഓക്കെ, കൊടുത്തെടുക്കാം.